ഓം ശാന്തി. നമുക്ക് പലപ്പോഴും സങ്കടം വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ, സഹിക്കാനാവാതെ വരുമ്പോൾ നമ്മൾ ചോദിച്ചു പോകും, ഭഗവാനെ അങ്ങൊന്നും കാണുന്നില്ലേ, അങ്ങേക്ക് കണ്ണില്ലേ എന്നൊക്കെ. പക്ഷെ വാസ്തവത്തിൽ എല്ലാ കാര്യത്തെയും കാണുകയും അറിയുകയും സമയാനുസാരം നമുക്ക് വേണ്ടതായിരിക്കുന്ന അർഹതപ്പെട്ട സഹായം ഭഗവാൻ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു കൊച്ചു കഥ ഇന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ഒരിക്കൽ ഒരു ഹൈ ക്ലാസ് ആയിരിക്കുന്ന ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിൽ അവിനാശ് എന്നൊരാൾ 12ാമത്തെ നിലയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും ആ ടെറസിൻ്റെ ഓപ്പൺ ടെറസിൽ പോവുകയും അവിടെ ഈവനിങ് രാത്രി ജോലി കഴിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം ഫ്രഷ് എയറിൽ ഓപ്പൺ ടെറസിൽ പോയിട്ട് നടക്കുക എന്നുള്ളൊരു സ്വഭാവമായിരുന്നു. ഒരു ദിവസം അയാൾ അങ്ങനെ നടക്കുമ്പോൾ താഴത്തേക്കൊന്ന് നോക്കിയപ്പോൾ ഒരു കുട്ടി ഒരു ചുവന്ന ബലൂൺ ആകാശത്തേക്ക്, രാത്രിയിൽ ആകാശത്തേക്ക് പറത്തി വിടുന്നു. താഴെ ചേരി പോലെ കൊച്ചു കൊച്ചു വീടുകളുണ്ട്. അതൊന്നൊരു കുട്ടി പുറത്തു വന്നു, രാത്രിയിൽ ആ ബലൂണിൻ്റെ മേലേക്ക് പറത്തി വിട്ടു. അയാൾക്ക് അത്ഭുതം തോന്നിപ്പോയി, ഈ കുട്ടി എന്തിനാ രാത്രി ആകാശത്തേക്ക് ബലൂൺ പറത്തുന്നത്, അത് ഈ ആർക്കും കാണാൻ പറ്റില്ലോ എന്ന് വിചാരിച്ചു. 2ാമത്തെ ദിവസം വെറുതെ കൗതുകത്തിൽ അയാൾ താഴേക്ക് നോക്കി, അന്നും ആ കുട്ടി ബലൂൺ പറത്തുന്നുണ്ട്. ഒരു 10-15 ദിവസം ഇയാൾ ദിവസവും അയാൾ നടക്കാൻ വരുമ്പോൾ താഴത്തേക്ക് നോക്കും, അപ്പോഴൊക്കെ കാണും ഈ കുട്ടി എല്ലാ ദിവസവും ഒരു ചുവന്ന ബലൂൺ ആകാശത്തേക്ക് ഇങ്ങനെ പറത്തി വിടുന്നുണ്ട്. ഒരു ദിവസം ഈ അവിനാശ് ജോലി കഴിഞ്ഞ് വരാൻ കുറച്ച് വൈകി, മോള് ടെറസിലേക്ക് പോകാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ അയാൾ താഴത്തേക്ക് നോക്കുമ്പോൾ ആ കുട്ടി കാണുന്നില്ല. ഇന്ന് ബലൂൺ പറത്തുന്നത് കാണാൻ പറ്റില്ലോ എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെയുള്ളതായിട്ടുള്ള ഓപ്പൺ ടെറസിൽ വാട്ടർ ടാങ്കുകളുടെ മേലെ ഒരു ബലൂൺ കുടുങ്ങി നിൽക്കുന്നു, ഈ ചുവന്ന ബലൂൺ. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ആ കുട്ടി പറത്തി വിട്ട ബലൂൺ ആയിരിക്കാം അത്. അയാൾ കയറി ആ ബലൂൺ എടുത്തു. ആ ബലൂൺ നോക്കുമ്പോൾ ആ ബലൂണിന് മേലെ എന്തോ എഴുതിയിരിക്കുന്നു. നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ്, പരമാത്മാ ഭഗവാനെ, എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടതായിരിക്കുന്ന പൈസ എൻ്റെ കയ്യിലില്ല, അതിന് പറ്റിയ ഒരാളെ നീ അയച്ചു തരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, നീ അയച്ചു തരും എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി, ഇയാൾക്ക് രാത്രി മുഴുവൻ ഉറക്കം വന്നില്ല. എല്ലാ ദിവസവും ഈ കുട്ടി ഇത് പറഞ്ഞിട്ടാണോ ബലൂൺ പുറത്തി വിടുന്നതെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ അയാൾ എഴുന്നേറ്റ് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ കുട്ടി അവിടെ വീട്ടിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ചെന്നു ആ കുട്ടിയെ കണ്ടു പറഞ്ഞു, മോനെ നീയല്ല ദിവസവും ആകാശത്തേക്ക് ബലൂൺ പറത്താറെന്ന് പറയും. അതെ ഞാൻ തന്നെയാണ് ദിവസവും പറത്താറെന്ന് പറയും. ആ ബലൂണിൻ്റെ മേലെ നീ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും. ശരിയാണ് സാറേ, എൻ്റെ അമ്മ കണ്ടു സുഖമില്ലാതെ കിടക്കുകയാണ്, എനിക്ക് വേറെ ആരുമില്ല, അമ്മയെ നോക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ ഒരാളെ അയച്ചു തരാൻ ഞാൻ ഭഗവാനോട് ചോദിക്കുക, നീ എന്തിനാണ് ഈ ബലൂണിൻ്റെ മേലെ എഴുതി ഇങ്ങനെ പറത്തി വിടുന്നത് ചോദിക്കും. കാരണം എൻ്റെ അടുത്ത് ഭിക്ഷക്കാരൻ മുത്തശ്ശൻ പറഞ്ഞത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഏത് ഭിക്ഷക്കാരൻ മുത്തശ്ശൻ ചോദിക്കായാലും. അപ്പോൾ ഞാനൊരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഞങ്ങളുടെ ഈ ചേരിയുടെ അപ്പുറത്ത് ഒരു ഭിക്ഷക്കാരൻ മുത്തശ്ശൻ ദിവസവും ഇരുന്ന് ഭിക്ഷ യാചിക്കും. അയാൾ പറഞ്ഞു, എനിക്ക് ഇന്ന് എവിടെയും ഭിക്ഷ എടുക്കാൻ പോകാൻ പറ്റിയില്ല മോനെ, വിശന്ന് സഹിക്കാൻ വയ്യ, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ നീ കൊണ്ടുതരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അയാൾക്ക് ഫുഡ് കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, കണ്ടോ ഇന്ന് എനിക്ക് ഫുഡ് തരാൻ വേണ്ടി ഭഗവാൻ നിന്നെ നിമിത്താക്കി, അതുപോലെ നിനക്ക് ആവശ്യം വരുമ്പോൾ ആരെയെങ്കിലും ഭഗവാൻ അയച്ചു തരും എന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല. പക്ഷേ ഞാൻ പോയിട്ട് പണിയെടുത്ത് കൊണ്ടുവരുന്ന പൈസ കൊണ്ട് അമ്മയെ ചികിത്സിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ ഭിക്ഷക്കാരൻ മുത്തശ്ശൻ പറഞ്ഞ പോലെ ഈശ്വരനോട് പറയണം. പക്ഷേ ഈശ്വരനോട് പറയാൻ വേണ്ടി മേലേക്ക് ഞാൻ എങ്ങനെയാണ് പോവുക? അപ്പോഴാണ് ഞാൻ ഒരു ദിവസം കണ്ടത് ബലൂൺ ഇങ്ങനെ മേലെ പൊന്തി പറക്കുന്നത്. അപ്പോൾ ദിവസവും പണി കഴിഞ്ഞ് വരുന്ന പൈസയിൽ നിന്ന് ഒരു ബലൂൺ വാങ്ങി ഞാൻ അതും എഴുതി അയക്കും. അപ്പോൾ ചോദിക്കും, എന്തിനാ നീ രാത്രി അയക്കുന്ന, ആളുകൾ കാണണ്ടേ? അപ്പോൾ പറയാൻ, കാണാനായിട്ട് എനിക്ക് പകൽ അയക്കാൻ പറ്റില്ല, ജോലിക്ക് പോകണം, ജോലി കഴിഞ്ഞ് കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു ബലൂൺ വാങ്ങും, ബാക്കി പൈസയ്ക്ക് അമ്മയ്ക്കുള്ള മരുന്നും സാധനവും വാങ്ങിയിട്ട് ഞാൻ വരും, അപ്പോൾ എനിക്ക് രാത്രി അയക്കാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര സങ്കടമാവും. അയാൾ പറയും, മോനെ ഇന്ന് നിൻ്റെ ബലൂണിലെ സന്ദേശം കാണിച്ചു തന്നിട്ട് ഈശ്വരൻ എന്നെ അയച്ചിരിക്കുകയാണ് ഇങ്ങോട്ടെന്ന് പറയും. അങ്ങനെ ആ കുട്ടിയുടെ അമ്മയ്ക്ക് വേണ്ട ചികിത്സയ്ക്ക് സഹായം കൊടുക്കുകയും ആ കുട്ടിക്ക് മുന്നോട്ട് പഠിക്കാനുള്ള സഹായം കൊടുത്ത് നല്ല നിലയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യും. നമ്മൾ വിചാരിക്കും പലപ്പോഴും കൊച്ചു കൊച്ചു കാര്യങ്ങൾ, കൊച്ചു കൊച്ചു വിഷമങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ ഇല്ലാവോ അറിഞ്ഞൂടാ, എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഫലം കിട്ടുന്നില്ലല്ലോ, എത്ര നാളായി ഞാൻ പരിശ്രമിക്കുന്നു എനിക്ക് ഫലം കിട്ടുന്നില്ല എന്നൊക്കെ. ഒരിക്കലും അത്തരത്തിൽ മനസ്സിനെ വിഷമിപ്പിക്കരുത്. എന്തെങ്കിലുമൊക്കെ കർമ്മത്തിൻ്റെ കാരണം കൊണ്ട് ബന്ധിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് തടസ്സം വരുന്നതും കിട്ടേണ്ട സഹായം കിട്ടാതെ പോകുന്നതും ഒക്കെ. നമ്മുടെ പുണ്യകർമ്മത്തിൻ്റെ സപ്പോർട്ട് ഉണർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിന് ഫലം കിട്ടും. ഒപ്പത്തിനൊപ്പം ഭഗവാൻ നമ്മളെ സഹായിക്കാൻ ചിലർത്ഥം എൻ്റെ കർമ്മം കൊണ്ട് യോഗ്യമാവുമ്പോഴേ ഈശ്വരൻ്റെ സഹായത്തെ സ്വീകരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. സൂര്യൻ്റെ പ്രകാശം എല്ലായിടത്തേക്കും സൂര്യൻ ഒരുപോലെ കൊടുക്കുന്നുണ്ട്. അടച്ചിട്ട വാതിലിനുള്ളിൽ വെളിച്ചം കയറുന്നില്ലല്ലോ. അതുപോലെ കർമ്മം കൊണ്ട് അടച്ചിട്ട് പോകുമ്പോൾ നമുക്ക് ആ സഹായം കിട്ടാതായി പോവുകയാണ്. അതുകൊണ്ട് മനസ്സ് മടുക്കാതെ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കൂ. നമ്മുടെ കഠിനാധ്വാനത്തിൽ ഒരിക്കലും മടി കാട്ടാതിരിക്കും. വിശ്വാസത്തിൽ കുറവ് വരുത്താതിരിക്കൂ. വളരെ വേഗം വിശ്വാസത്തിൻ്റെ ശക്തിയും കഠിന പരിശ്രമവും രണ്ടും ഒത്തുചേരുമ്പോൾ ഏതൊരു കർമ്മക്കണക്കിനും ഏതൊരു പാപത്തിൻ്റെ അക്കൗണ്ടിനും ഇല്ലാതാക്കിക്കൊണ്ട് സുഖവും സന്തോഷവും നമുക്ക് തരും. അങ്ങനെ നിങ്ങളുടെ ജീവിതം എന്നും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.